ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നു ഞാൻ റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്ത് വീഡിയോ ചെയ്യുമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുക്കിംഗ് വീഡിയോ തന്നെ ആവാമെന്ന്. അങ്ങനെ വലിയ കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോ ഒന്ന് പോയി നോക്കിയാലോ. മിൽക്ക് നമ്മളിവിടെ ഒഴിക്കാൻ പോവാണ്. ഈ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് നമുക്ക് ഒഴിക്കാം. അപ്പോൾ മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് കോൺഫ്ലവർ പൗഡറാണ്. കോൺഫ്ലവർ പൗഡർ ഈ ഒരു സ്പൂൺ ഒരു സ്പൂൺ നമുക്ക് ഇടാം. ഇതിലേക്ക് 1 സ്പൂൺ കോൺഫ്ലവർ പൗഡർ പാലിൽ കലക്കുവാണ്. പാല് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് വേണം കോൺഫ്ലവർ പൗഡർ പാലിൽ ഒഴിക്കാൻ. അപ്പോൾ ഇത് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന പാലിലേക്ക് നമുക്ക് ഒഴിക്കാം. ഇത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ കസ്റ്റാർഡ് പൗഡർ നമ്മൾ പാലിൽ മിക്സാക്കി വെച്ചിട്ടുണ്ട്. അത് 1 സ്പൂൺ എടുത്തിട്ട് നമ്മൾ പാലിൽ മിക്സാക്കി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇപ്പോൾ ചേർക്കണ്ട. ഈ പാലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ചേർത്താൽ മതി. അത് നമ്മളിവിടെ വെച്ചേക്കാം. അപ്പോൾ ഞാനിവിടെ ഷുഗർ എടുത്തിട്ടുണ്ട്. ഷുഗറും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഞാനൊരു എല്ലാവരുടെയും മധുരത്തിനനുസരിച്ച് നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 4 സ്പൂണൊക്കെ ഇടുന്നുണ്ട്. എനിക്ക് കുറച്ച് മധുരം കൂടുതൽ വേണം, അതുകൊണ്ട് ഞാൻ 4 സ്പൂണൊക്കെ ഇടുന്നുണ്ട്. ഇതിൽ നമ്മൾ ചേർത്തേക്കുന്നത് മിൽക്കും പിന്നെ കോൺഫ്ലവർ പൗഡറും പിന്നെന്താണ് ഷുഗറും മാത്രമേ നമ്മൾ മിക്സാക്കി വെച്ചേക്കുന്നത്. നമുക്കിനി ഗ്യാസ് ഓണാക്കാം. ഗ്യാസ് ഓണാക്കി കഴിഞ്ഞാൽ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ നമുക്ക് കട്ട പോലെ പിടിക്കും. അതുകൊണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. പാലും കോൺഫ്ലവറും കൂടി മിക്സാക്കിക്കൊണ്ടേ ഇങ്ങനെ ഇരിക്കാം. ചൂടായി വരുന്നുണ്ട്. ഈ പാലും കോൺഫ്ലവറും കൂടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചു കൊടുക്കാം. കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചിട്ട് കണ്ടോ, കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചിട്ട് നമ്മൾ ഇത് മിക്സ് ആക്കിക്കൊണ്ടേ ഇരിക്കണം. ഏകദേശം ആവാറായി. കുറച്ചും കൂടെ ഒന്ന് കട്ടിയാകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. കണ്ടോ, ഇത്രയും കട്ടിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പുഡിംഗ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇത്രയും കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. കണ്ടോ, ഇനി നമ്മൾ ഇവിടെ നെയ്യ് തടവിയ പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്ക് തണുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചൂടോടെ തന്നെ നമുക്ക് ഒഴിക്കണം ഇതിലേക്ക്. അപ്പം നമുക്ക് ചൂടോടെ ഒഴിക്കാം. ഉണ്ടാക്കി വന്നപ്പോൾ ഒരുപാടായിപ്പോയി. വീഡിയോ കൂടെ എടുക്കുന്നത് കൊണ്ട് ഒരുപാട് അങ്ങ് ആയിപ്പോയി. അല്ലെങ്കിൽ ഇതിലും കുറച്ചായിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത്. പുഡിംഗ് ഒഴിച്ചു കൊടുക്കാം. ചൂട് ആറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം കേട്ടോ. ചൂടോടെ തന്നെ നമ്മൾ ഒഴിക്കണം. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് പുഡിംഗ്. അപ്പോൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ ബദാമൊക്കെ ഒന്ന് വിതറി കൊടുക്കാം എല്ലായിടത്തും കൂടിയായിട്ട്. എല്ലായിടത്തും കൂടിയായിട്ട് നമ്മൾ ഈ ബദാം വിതറി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുഡിംഗ് വീഡിയോയെല്ലാം നിങ്ങൾ കണ്ടല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.